ഹലോ ഗൈസ്, നമ്മൾ എന്നും പറയുന്നത് പോലെ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന, നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പ്രൊജക്റ്റുമായിട്ടാണ് നമ്മൾ ഇന്നും വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇപ്പോൾ ഡിജിറ്റൽ വേൾഡിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന NFT കുറിച്ചിട്ടാണ്. NFT എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോൺ ഫഞ്ചബിൾ ടോക്കൺസ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതൊരു യുണീക്ക് ഡിജിറ്റൽ അസറ്റ് ആണ്. കോപ്പി പേസ്റ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജി രജിസ്റ്റർ ചെയ്ത ഒരു ഡിജിറ്റൽ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ആണിത്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പെയിൻറ്റിങ്, ഒരു വീഡിയോ ക്ലിപ്പ്, ഒരു മ്യൂസിക് ഫയല് ഇവയെല്ലാം നമുക്ക് NFT ആയിട്ട് മിൻറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ NFTയെ കുറിച്ചിട്ട് നിങ്ങൾക്കൊരു ധാരണ കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. NFTയുടെ കുറേ പ്രൊജക്റ്റുകൾ ഇപ്പോൾ ഓൾറെഡി മാർക്കറ്റിലുണ്ട്. ഈ പ്രൊജക്റ്റുകളൊക്കെ വെച്ചിട്ട് ആളുകൾ ഒരുപാട് ഇപ്പോൾ ഏൺ ചെയ്യുന്നുണ്ട്. അതുപോലുള്ളൊരു പ്രൊജക്റ്റുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. ഈ ഒരു പ്രൊജക്റ്റ് വന്നിട്ട് ഇപ്പോൾ ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമാകാൻ കഴിയുക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നത് എന്താണ് ഈ പ്രൊജക്റ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാവും. ഈ പ്രൊജക്റ്റിൻ്റെ പേര് അവഞ്ചേഴ്സ് NFT എന്നാണ്. അവഞ്ചേഴ്സിനെ പറ്റിയിട്ട് ഏകദേശം ഒരുവിധം എല്ലാ ആൾക്കാർക്കും ഒരു ധാരണ ഉണ്ടാവും. മാർവൽ സ്റ്റുഡിയോന്റെ കീഴിൽ ഇറങ്ങിയ ഒരുപാട് സീരീസ് ആയിട്ട് വന്നിട്ടുള്ള ഒരു മൂവിയാണ് അവഞ്ചേഴ്സ്. ഈ അവഞ്ചേഴ്സിലെ ക്യാരക്ടേഴ്സിനെ ഇൻസ്പയർ ചെയ്തിട്ട് കുറച്ച് ടോക്കൺസ് ഇവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് ഓൾറെഡി ബിനാൻസിൽ രജിസ്റ്റേർഡ് ആണ്. ഇപ്പോൾ എല്ലാ കമ്പനിയും ഇത് പ്രൊജക്റ്റ് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷമായിരിക്കും ടോക്കൺസിനെ പറ്റി സംസാരിക്കുക അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുന്നത്. പക്ഷേ ഇവർ ഓൾറെഡി രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണ് ഈ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഈ ടോക്കൺസ് ബ്ലോക്ക് ചെയിൻ ത്രൂ ഡെവലപ്പ് ചെയ്തെടുത്ത ടോക്കൺസ് ആണ്. അതേപോലെ തന്നെ ഇത് ഡീസെൻട്രലൈസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റിയും ഈ ഒരു ടോക്കൺസിനുണ്ട്. അതുപോലെ നിങ്ങളുടെ ടോക്കൺസ് ഒന്നും മറ്റുള്ളവരുടെ ആരുടെയും കൺട്രോളിങ്ങിലായിരിക്കില്ല മൂവ് ചെയ്യുന്നുണ്ടാവുക. ഈ ഒരു കാലയളവിൽ തന്നെ നമ്മൾ ഒരുപാട് ട്രേഡിങ് കണ്ടിട്ടുണ്ട്. ക്രിപ്റ്റോ ട്രേഡ്, ഫോറക്സ് ട്രേഡ്, കോപ്പി ട്രേഡ്, അങ്ങനെ കുറേ ട്രേഡുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വിപരീതമായിട്ട് നമ്മളൊരു NFT ബൈ ചെയ്തിട്ട് അത് നമ്മൾ ഹോൾഡ് ചെയ്യും. വിത്തിൻ 24 hours അത് മറ്റൊരാൾ ബൈ ചെയ്യുകയും അതിൻ്റെ ഒരു 2% പ്രോഫിറ്റ് അപ്പോൾ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നത് പോലെ സാധാരണ നമ്മളൊരു NFT ബൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സെല്ലായി പോകാൻ കുറേ ടൈം പീരീഡ് എടുക്കും. കാരണം നമ്മളത് വലിയ വലിയ റേറ്റിനായിരിക്കും നമ്മളത് സെല് ചെയ്യാൻ നോക്കുന്നുണ്ടാവുക. പക്ഷേ ഈ ഒരു NFTയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്തായാലും 24 hours ഉള്ളിൽ സെല്ലായി പോകും. അതിപ്പോൾ ചെറിയൊരു NFT ആണെങ്കിലും വലിയൊരു NFT ആണെങ്കിലും അത് എന്തായാലും 24 hours ഉള്ളിൽ സെല്ലായി പോകും. ഒരു ദിവസം ഒരൊറ്റ NFT മാത്രമേ നമുക്ക് ബൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ബൈ ചെയ്യുന്ന NFT ഒരു ദിവസം കൊണ്ട് തന്നെ സെല്ലാവുകയും അതിൻ്റെ 2% പ്രോഫിറ്റ് നമുക്ക് ആ ദിവസം തന്നെ കിട്ടുകയും ചെയ്യും. പിന്നെ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ടെൻഷൻ ആയിരിക്കും, ഞാനൊരു NFT പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് എൻ്റെ കയ്യിൽ നിന്ന് സെല്ലായി പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ ലോസ് വരുമോ എന്നുള്ള ഒരു സംശയം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്ത NFT സെല്ലായി പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ കമ്പനി തന്നെ അത് ബൈബാക്ക് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾക്ക് എത്രയാണോ ആ ഒരു NFTയിൽ നിന്ന് സാധാരണ പ്രോഫിറ്റ് കിട്ടുന്നത് അത്രയും പ്രോഫിറ്റ് നിങ്ങൾക്ക് കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യും. ഇപ്പം നമുക്കറിയുന്ന ഒരുപാട് വലിയ വലിയ സെലിബ്രിറ്റീസ് ഉണ്ട്. മോഹൻലാൽ, പൃഥ്വിരാജ്, ഇവരൊക്കെ വലിയ വലിയ NFTകൾ ഇപ്പോൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വലിയ പ്രൈസിൻ്റെ ഒരുപാട് NFTകൾ ഇവർ ഇപ്പോൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഇവർക്കറിയാം ഈ NFT അവർ എത്രത്തോളം ഹോൾഡ് ചെയ്യുന്നോ അതനുസരിച്ച് ഇവർക്ക് ഇതിൻ്റെ പ്രോഫിറ്റ് കൂടിക്കൊണ്ടേ ഇരിക്കുന്നുള്ള കാര്യം. ഈ ഒരു പ്രൊജക്റ്റിൻ്റെ സ്പെഷ്യാലിറ്റി ആയിട്ട് എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു NFT പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് സെല്ലായിട്ടില്ലെങ്കിൽ കമ്പനി തന്നെ അത് ബൈ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ പ്രോഫിറ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും നമുക്ക് നല്ലൊരു കാര്യമാണ്. കാരണം നമുക്ക് അവിടെ ലോസ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ NFT ടോക്കൺസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവഞ്ചേഴ്സിലെ ഓരോ ക്യാരക്ടേഴ്സ് ആയിരിക്കും. ഓരോ ക്യാരക്ടേഴ്സിൻ്റെ വാല്യൂ അനുസരിച്ചായിരിക്കും ടോക്കൺസിൻ്റെയും വാല്യൂ വരുന്നത്. ഇപ്പോൾ പല ആൾക്കാരും എനിക്കിപ്പോൾ നിലവിലുള്ള പ്രൊജക്റ്റുകൾ വേണ്ട, പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുന്ന പ്രൊജക്റ്റുകളായിട്ട് കമ്മിറ്റ് ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും. അങ്ങനെ ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു അവസരമാണ് നിങ്ങൾക്ക്. കാരണം NFTയുടെ സാധ്യതകൾ വളരെ വലുതാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ബൈ ചെയ്തത് അവർ തന്നെ ബൈബാക്ക് ചെയ്യുന്ന ഒരു കാര്യം ഇതിലുണ്ടായതുകൊണ്ട് നിങ്ങൾക്കിതിൽ ലോസ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് വളരെ നല്ലൊരു പ്രൊജക്റ്റായിട്ടാണ്
എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് വിഡ്രോവലിൻ്റെയും ഇതിൻ്റെ അക്കൗണ്ട് ഓപ്പണിങ്ങിനെ കുറിച്ചിട്ടൊക്കെ ഡൗട്ട് ഉണ്ടാവും. ഇതിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ $10 ആണ്. അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിതിൽ വിഡ്രോവൽ ഫീ ഇല്ല. നിങ്ങൾക്കിത് ഫ്രീ ആയിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റും. നിങ്ങൾ അതിന് എക്സ്ട്രാ ഒന്നും പേ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ 4 മടങ്ങായിരിക്കും നിങ്ങൾക്ക് റിട്ടേൺ കിട്ടുന്നത്. അഥവാ നിങ്ങളുടെ പ്രോഫിറ്റ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ 4 മടങ്ങ് അഥവാ 4x ആയിരിക്കും. ടോട്ടലി ഇപ്പോൾ ഇതിനെക്കുറിച്ച് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കിത് നല്ലൊരു പ്രൊജക്റ്റായിട്ടാണ് തോന്നിയത്. ലോസ് വരാത്ത ഒരു പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെ വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമാവാൻ താല്പര്യമുള്ള ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്തിട്ട് ഇവരുടെ അടുത്തുനിന്ന് തന്നെ നിങ്ങൾ ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയി ചോദിച്ച് മനസ്സിലാക്കി അവരുടെ കൂടെ കൂടിക്കോളൂ. അപ്പോൾ ഇതുപോലുള്ള പുതിയ ഓരോ പ്രൊജക്റ്റും അതുപോലെ നിലവിൽ നല്ല രീതിയിൽ റൺ ചെയ്യുന്ന ഓരോ പ്രൊജക്റ്റൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് പുതിയ പുതിയ കണ്ടൻസും വീഡിയോസൊക്കെ ആയി വരുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ വരെ ബൈ.